ഹായ് ഗൈസ്, നിങ്ങൾ ട്രേഡിങ്ങോ അല്ലെങ്കിൽ ഇൻവെസ്റ്റിങ്ങോ പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തിയാണോ എങ്കിൽ നിങ്ങൾക്കിതാ ഫ്രീ ആയിട്ട് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിന്റെ A to Z കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു കംപ്ലീറ്റ് കോംപ്രഹെൻസീവ് സീരീസ് ആണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. സതേൺ സ്റ്റോക്ക് അക്കാഡമിയുടെ മാസ്റ്ററിംഗ് ദ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് എന്നത്. എൻ്റെ പേര് സൂര്യൻ, ഫൗണ്ടർ ഓഫ് സതേൺ സ്റ്റോക്ക് അക്കാഡമി. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ ഒരു സീരീസിനെ പറ്റി പറഞ്ഞുകൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അതായത് നിങ്ങൾക്ക് വെറും സീറോ നോളജ് ആണെങ്കിൽ പോലും ഈ ഒരു സീരീസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സക്സസ്ഫുൾ ട്രേഡർ ആകാനായിട്ട് സാധിക്കും. ആ ഒരു രീതിയിലാണ്, അതായത് A to Z കാര്യങ്ങൾ, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിന്റെ A to Z കാര്യങ്ങൾ കംപ്ലീറ്റ്ലി ഇൻഡെപ്ത് ആയിട്ട് കവർ ചെയ്ത് പോകുന്ന ഒരു കംപ്ലീറ്റ് കോംപ്രഹെൻസീവ് സീരീസ് ആണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു നോളജും ഇല്ലാത്ത ഒരു വ്യക്തിയിൽ നിന്നും നേരെ ഒരു അഡ്വാൻസ് ലെവലിലേക്ക് ഒരു സക്സസ്ഫുൾ ട്രേഡർ ആകാനായിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഈ ഒരു സീരീസിലൂടെ. ഇക്വിറ്റി മാർക്കറ്റിൽ നിന്നും ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ മാർക്കറ്റിലേക്ക് പോകുന്ന രീതിയിലാണ് കംപ്ലീറ്റ് ഈ ഒരു സീരീസ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. അതായത് നമ്മൾ ഇന്ത്യൻ ഇക്വിറ്റി മാർക്കറ്റിലെ ഇൻട്രാഡേ സ്ട്രാറ്റജീസിനെ പറ്റി പഠിക്കുന്നുണ്ട്, സ്വിംഗ് ട്രേഡിംഗ് സ്ട്രാറ്റജീസിനെ പറ്റി പഠിക്കുന്നുണ്ട്, ഇൻവെസ്റ്റിംഗ് സ്ട്രാറ്റജീസിനെ പറ്റി പഠിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ അഡ്വാൻസ് ലെവലായിട്ടുള്ള ഓപ്ഷൻ സ്ട്രാറ്റജീസിനെ പറ്റിയും നമ്മൾ പഠിക്കുന്നുണ്ട്. അങ്ങനെ കംപ്ലീറ്റ്ലി കവർ ചെയ്ത് പോകുന്ന രീതിയിലാണ് ഈ ഒരു സീരീസ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് കൂടാതെ തന്നെ നമ്മൾ ഈ ഒരു സ്ട്രാറ്റജിക്ക് ഉപരി നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് കംപ്ലീറ്റ്ലി പഠിക്കുന്നുണ്ട്. ചാർട്ട് പാറ്റേൺസ്, അതുപോലെ തന്നെ കാൻഡിൽ സ്റ്റിക് പാറ്റേൺസ് പോലുള്ള ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് പോലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഫണ്ടമെന്റൽ അനാലിസിസ്. നല്ല കമ്പനീസിനെ എങ്ങനെ കണ്ടെത്താം, അങ്ങനെയുള്ള അനാലിസിസ്. നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് രണ്ട് ടൈപ്പ് ഓഫ് അനാലിസിസ് ഉണ്ട്. ഈ ഒരു രണ്ട് ടൈപ്പ് ഓഫ് അനാലിസിസ് നമ്മൾ ഇൻഡെപ്ത് ആയിട്ട് തന്നെ കവർ ചെയ്ത് പോകുന്നുണ്ട്. നെക്സ്റ്റ് നോക്കുവാണെങ്കിൽ ഈ പറയുന്ന പോലെ നമുക്ക് സ്ക്രീനേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ എങ്ങനെ നല്ല നല്ല കമ്പനീസിന്റെ സ്റ്റോക്സ് സ്ക്രീൻ ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും, ഏതൊക്കെ ഫണ്ടമെന്റൽ ക്രൈറ്റീരിയാസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല നല്ല ക്വാളിറ്റി കമ്പനീസ് കിട്ടും, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ്ലി കവർ ചെയ്ത് പോകുന്ന രീതിയിലാണ് നമ്മൾ. അതിനുശേഷം പല പ്ലാറ്റ്ഫോംസിനെയും പറ്റി പഠിക്കുന്നുണ്ട്. അതായത് ഫണ്ടമെന്റൽ അനാലിസിസിന് നമുക്ക് ആനുവൽ റിപ്പോർട്ട് പോലുള്ള ഒരുപാട് ഡോക്യുമെന്റ്സിന്റെ ആവശ്യകതയുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പല പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്തുകൊണ്ടാണ് ഈ പറയുന്ന കമ്പനീസിനെ അനലൈസ് ചെയ്യുന്നത്. അതുമാത്രമല്ലാണ്ട് നമ്മൾ ചാർട്ടിങ്ങിന് വേണ്ടിയിട്ട്, അതായത് നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ് ആയാലും പ്രൈസ് ആക്ഷൻ, ഒരുപാടൊക്കെ നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവാം, പ്രൈസ് ആക്ഷൻ എന്നും ഇൻഡിക്കേറ്റേഴ്സ് എന്നും ഒക്കെ. അപ്പോൾ ഇതുപോലുള്ള ഇൻഡിക്കേറ്റേഴ്സും അതുപോലെ തന്നെ പ്രൈസ് പാറ്റേൺസും പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുന്ന പ്ലാറ്റ്ഫോമാണ് ട്രേഡിംഗ് വ്യൂ എന്നത്. അപ്പോൾ ഇതുപോലുള്ള ട്രേഡിംഗ് വ്യൂ പ്ലാറ്റ്ഫോമിനെ മൊത്തത്തിൽ നമ്മൾ കവർ ചെയ്ത് പോകുന്ന രീതിയിലാണ് ഈ ഒരു സീരീസ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് മെയിൻലി പോയിന്റ് എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് പഠിക്കുന്നുണ്ട്, ഫണ്ടമെന്റൽ അനാലിസിസ് പഠിക്കുന്നുണ്ട്, റിസ്ക് മാനേജ്മെന്റ് അല്ലെങ്കിൽ മണി മാനേജ്മെന്റ് സ്ട്രാറ്റജീസ് നമ്മൾ പഠിക്കുന്നുണ്ട്, പിന്നെ ട്രേഡിംഗ് സൈക്കോളജി. അതായത് നമ്മൾ ആദ്യത്തെ രണ്ട് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടെക്നിക്കൽ അനാലിസിസും ഫണ്ടമെന്റൽ അനാലിസിസും. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ മണി മാനേജ്മെന്റ്. അതായത് നമ്മൾ ലാഭങ്ങൾ ഉണ്ടാക്കുന്നതിനുപരി നമ്മുടെ ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്യുന്നതായിരിക്കണം നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി വരേണ്ടത്. അതുകൊണ്ട് തന്നെ ഒരുപാട് മണി മാനേജ്മെന്റ് സ്ട്രാറ്റജീസ് നമുക്ക് ഈ ഒരു സീരീസിൽ ഇൻവോൾവ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ട്രേഡിംഗ് സൈക്കോളജി. അതായത് ഒരുപാട് ആൾക്കാർക്ക് നല്ല നോളജ് ഉണ്ടെങ്കിൽ പോലും ഈ ഒരു മേഖലയിൽ സക്സസ്ഫുൾ ആവാത്തതിന് മെയിൻ റീസൺ ട്രേഡിംഗ് സൈക്കോളജിയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ട്രേഡിംഗ് സൈക്കോളജി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നാൽ മാത്രമേ നമുക്കൊരു സക്സസ്ഫുൾ ട്രേഡർ ആകാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ സൈക്കോളജിയെ പറ്റി ഇൻഡെപ്ത് ആയിട്ട്, എന്താണ് ഫിയർ ഓഫ് ലൂസിങ്, എന്താണ് ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്, പിന്നെ പേഷ്യൻസിന്റെ ഇമ്പോർട്ടൻസ്, ഡിസിപ്ലിന്റെ ഇമ്പോർട്ടൻസ്, ഇതെല്ലാം ഉൾപ്പെട്ട് വരുന്ന ഒരു കംപ്ലീറ്റ് കോംപ്രഹെൻസീവ് സീരീസ് ആണ് നമ്മുടെ ഈ ഒരു സതേൺ സ്റ്റോക്ക് അക്കാഡമിയുടെ തന്നെ ദ മാസ്റ്ററിംഗ് ദ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന ഈ ഒരു സീരീസ്. അപ്പോൾ എല്ലാവരും ഈ ഒരു സീരീസിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കണം, നമ്മളോടൊപ്പം തന്നെ ഉണ്ടാവാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഡൗട്ട് ഉണ്ടാവാം. ഇപ്പോൾ നമുക്ക് ഈ ഒരു യൂട്യൂബ് വീഡിയോ കാണുന്നത് കൊണ്ട് തന്നെ ഡൗട്ട് വരുന്നത് എങ്ങനെ നമ്മൾ ചോദിക്കും എന്നൊരു ഡൗട്ടൊക്കെ നിങ്ങൾക്ക് വന്നേക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സർവീസാണ് നമ്മുടെ ഈ ഒരു ടെലഗ്രാം ചാനലിന്റെ ലിങ്കും കാര്യങ്ങളും എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കാം. അതിനകത്ത് തന്നെ ഡിസ്കഷൻ ഗ്രൂപ്പ് ഉണ്ടാവും. അപ്പോൾ എന്ത് ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഡിസ്കഷൻ ഗ്രൂപ്പിൽ ചോദിക്കാവുന്നതാണ്. നമ്മുടെ മെന്റേഴ്സും ആൾക്കാരെല്ലാം അതിനകത്ത് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ട്സും നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഇത് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി മാത്രമായിട്ടുള്ള ഒരു കംപ്ലീറ്റ് കോംപ്രഹെൻസീവ് സീരീസ് ആണ്. നെക്സ്റ്റ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ക്രിപ്റ്റോ കറൻസി മാർക്കറ്റിനെ പറ്റി ഒരു കംപ്ലീറ്റ് കോംപ്രഹെൻസീവ് സീരീസും ഫോറക്സ് മാർക്കറ്റ് അഥവാ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിനെ പറ്റിയിട്ട് ഒരു കംപ്ലീറ്റ് കോംപ്രഹെൻസീവ് സീരീസും തന്നെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഉടൻ തന്നെ അതിന്റെ ബാക്കിയുള്ള അപ്ഡേറ്റ് എല്ലാം നിങ്ങൾക്ക് നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സതേൺ സ്റ്റോക്ക് അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെൽ ബട്ടണും ഇനേബിൾ ചെയ്യാനായിട്ട് മറക്കണ്ട. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.